ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂള് അടച്ചിരിക്കുന്നു. എൻ്റെ സ്കൂൾ, എൻ്റെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ പൂട്ടി വെക്കേഷനായി. അപ്പോൾ വെക്കേഷന് പ്രമാണിച്ച് ഞാനിതാ ഇപ്പോൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമ്മളെ നിവിൻ പോളിൻ്റെയും മമിത ബൈജുവിൻ്റെയും ന്യൂ മൂവി. ആൻഡ് അത് ഫസ്റ്റ് ഷോയ്ക്കാണ് ഞങ്ങൾ പോകാൻ ഇറങ്ങി. ആസ് യൂഷ്വൽ ഞങ്ങൾ ലേറ്റാണ് ഗൈസ്. ഫ്രണ്ട്സ്, ഞങ്ങള് ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കാണാൻ പോവാണ്. നിവിൻ പോളി മമിതന്റെ പടം. ഇന്നൊരു സമാധാനത്തിൽ പോവാൻ കാരണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ്. ദേവുണ്ടത് ഓണപരിപാടിയും കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു സിനിമ കണ്ട് തുടങ്ങാന്ന് വിചാരിച്ചു. എല്ലാവരും നല്ല പടാന്ന് പറയുന്നുണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങള് ഖലീഫ കണ്ടു അല്ലേ? ഖലീഫ കണ്ടു. പിന്നെ ആക്ഷൻ പടമാണ്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നോടെ പോണെന്ന് പറയുന്നത്. മിക്സഡ് റിവ്യൂ ആണ്. അമ്മയ്ക്ക് പിന്നെ അങ്ങനത്തെ കുറച്ച് ആക്ഷൻ അടി BGM ഒക്കെ നല്ലതാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റോറി അല്ല, എനിക്ക് അങ്ങനെ മിക്സഡ്. ഞാൻ പറ്റ മോശം പറയില്ല. ലീഫ് രസമുണ്ട് കണ്ടിരിക്കാൻ. മോശമൊന്നുമില്ല, ബോറടിക്കൊന്നുമില്ല നമുക്ക്. നല്ലതാട്ടോ. എനിക്കൊന്നും ആൾക്കാര് പറഞ്ഞു ഭയങ്കര മോശാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. പക്ഷെ ചെന്ന് കണ്ടപ്പോ അങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ എനിക്ക് അടിപൊളി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ചില സിനിമകളൊക്കെ രണ്ടാമത് കാണാൻ തോന്നുള്ളൂ. അത് പെട്ട ഒരു സിനിമയാണ് ഖലീഫ. ഞാൻ ഒന്നുകൂടെ പോയി കാണും. പിന്നെ നിങ്ങൾക്ക് അറിയോ, നമ്മുടെ സ്കൂള് പൂട്ടുന്ന അന്നൊരു പ്രത്യേക ഒരു സന്തോഷം അല്ലേ ദേവോ? ആ സന്തോഷം ചിലപ്പോ സ്കൂള് പൂട്ടി പിറ്റേ ദിവസം കിട്ടണമെന്നില്ല. പക്ഷെ സ്കൂള് പൂട്ടുന്ന അന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? ദിയമോള് ഉറക്കപ്പിച്ചയിലാണ്. ദിയമോള് വന്ന് ഉറങ്ങി വിളിച്ചുണർത്തി കൊണ്ടുപോവാണ്. ആണോ ദിയ? വിശന്നിരിക്കാട്ടോ ദിയമോളും. ദേവ, വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? പഠിക്കുക. കാരണം വെക്കേഷൻ എല്ലാരും സ്കൂളിലത്തെ കുറച്ച് കുട്ടികളുടെ ഫ്രണ്ട്സ് എന്താ വെക്കേഷൻ പരിപാടി? എന്തായാലും പഠിക്കേണ്ടി വരും. കാരണം എക്സാം ആണ്. ഇപ്പഴെ പറ്റൂല. സ്കൂള് തുറന്ന് ചെല്ലുന്ന അന്ന് തന്നെ എക്സാം ആണ്. അതുകൊണ്ട് കൂടുതലായിട്ട് എൻജോയ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഇന്നെന്താ ഇത്ര തിരക്ക് ടൗണില്? വെക്കേഷൻ തുടങ്ങി. ഷോപ്പിംഗ് ആയിരിക്കും. ഓണം ഷോപ്പിംഗിന് ആയിരിക്കും ആൾക്കാര്. ഭയങ്കര തിരക്കുണ്ടോ ടൗണില്? ഇന്ന് നമ്മുടെ നാട്ടില് ചന്തയുള്ള ദിവസം കേട്ടോ, സാറ്റർഡേ. അപ്പൊ അതിന്റെ തിരക്കും കൂടി ഉണ്ടാവും. ചായ കുടിച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഷോർട്ട് ഫിലിമിന്റെ കുറച്ച് ഭാഗം കൂടി ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തു. പക്ഷെ ചായ കുടിക്കാൻ നേരം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് കുടിക്കാം അല്ലേ? നീ ചെന്നിട്ട് തിയേറ്ററിൽ ചായ കുടിക്കാം. പിന്നെ വേണമെങ്കിൽ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചായ കുടിക്കാം. മറ്റത് അത്രയും നമുക്കൊരു ഭയങ്കര ബ്ലോക്ക്. ഓട്ടോറിക്ഷക്കാരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുത്തി തിരികെ വരുന്നുണ്ട്. പിന്നെ എന്തോ പോലെ നമ്മളിവിടെ ഓണത്തിരക്ക്, വെക്കേഷൻ തുടങ്ങിയ തിരക്ക്, ആൾക്കാർ ഷോപ്പിങ്ങിന് ഇറങ്ങിയ തിരക്ക്. ശനിയാഴ്ച ഓൾറെഡി ഇവിടെ ഒരു തിരക്കുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സ്, കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ വന്നത്. റൈസൊക്കെ വാങ്ങി. എനിക്ക് ആദ്യം പച്ച റൈസ് എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച റൈസ്. റൈസ് ഇഷ്ടമല്ല ചില ടൈമിൽ. മസാല കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താ അത്? രസമുണ്ടോ? ഇഷ്ടായോ? ഗൈസ്, ഇന്റർവെല്ലായി. ഇന്റർവെൽ വരെ നല്ല രസമുണ്ട്. നല്ല രസം ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നു വേഗം ഇന്റർവെല്ലായ മാതിരി തോന്നി. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ കുഴപ്പമില്ല, അടിപൊളിയല്ലേ? എനിക്കിഷ്ടായി. നല്ല രസമുണ്ട്. അങ്ങനെയല്ല നമ്മൾ കാണുന്ന സിനിമകളൊക്കെ. അതെ അതെ, ഒന്നിനൊന്നിനും മെച്ചം അല്ലേ? അതെ അതെ. അതെ. ന്യൂ
ജനറേഷൻസിനൊക്കെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരിക്കും. അർജുന് ഭയങ്കര ഇഷ്ടമായില്ലേ? അത് അർജുന് സിനിമ ഇഷ്ടപ്പെടുന്നത് റയറാ. മീൻസ് അങ്ങനെ ഇങ്ങനെയൊന്നും നല്ല സിനിമകളൊന്നും ഇഷ്ടമാണ് പറയില്ല. ഈ തേച്ചവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും സിനിമ അല്ലേ? പക്ഷെ രസമുണ്ട്. എന്ന് വെച്ചാൽ ഒരു നെയിൻ ബോളിന്റെ ഒരു അടിപൊളി ചിത്രം. അതെ, നല്ല സിനിമ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് കഴിഞ്ഞ് വന്നു. ആൻഡ് കുറച്ചേരം ചെയ്തിരുന്നപ്പോൾ മൂക്കൊക്കെ അടഞ്ഞു ഗൈസ്. പിന്നെയും ആൻഡ് നല്ലൊരു സിനിമയായിരുന്നു, നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു ഗൈസ്. എല്ലാവരും പോയി കാണണം. എനിക്ക് ഇഷ്ടമായി, നല്ലൊരു സിനിമയായിരുന്നു ഗൈസ്. ആൻഡ് സ്കൂളൊക്കെ പൂട്ടി. ആൻഡ് എനിക്ക് സ്കൂൾ പൂട്ടിയ ആ ഒരു ഫീൽ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ തുറന്ന ഉടനെ തന്നെ എക്സാം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേനും എല്ലാവർക്കും ബൈ ബൈ.